പിറ്റേ ദിവസം തന്നെ സോവിയറ്റ് യൂണിയൻ താഷ്കെൻഡിൽ ചർച്ച വെച്ചു. അയൂബ് ഖാനും ലാൽ ബഹദൂർ ശാസ്ത്രിയും തമ്മിൽ, ബാക്കി സംഘങ്ങളും ഒക്കെ ഉണ്ട്. 4-5-6 ദിവസം നീണ്ടു നിന്ന ചർച്ചയിൽ ഫൈനലി സോവിയറ്റ് യൂണിയൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി താങ്കളുടെ ഭാഗത്തേക്ക് പിൻവാങ്ങാം എന്ന് ഇരു കൂട്ടരും സമ്മതിച്ചു, ഇന്ത്യയും പാകിസ്ഥാനും. അങ്ങനെ സമാധാന കരാർ ഒപ്പിട്ടു. ഇന്ത്യൻ പട്ടാളക്കാർക്ക് വലിയ സങ്കടമുണ്ടായി. ഇത്രയധികം ബുദ്ധിമുട്ടി, ഇത്രയധികം അകത്ത് കയറി ചെന്നിട്ടും പിന്നെ തിരിച്ചു വരേണ്ടി വന്നല്ലോ എന്ന സങ്കടം. പാകിസ്ഥാൻ പറഞ്ഞു, ഞങ്ങൾ ഡൽഹിയിൽ വരാൻ തയ്യാറാണ് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്. ശാസ്ത്രി പറഞ്ഞു, നിങ്ങൾ ഡൽഹിയിൽ വരെ വന്ന് ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ ആൾക്കാർ ലാഹോറിനടുത്ത് എത്തിയിട്ടുണ്ട്, നിങ്ങളെ വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പരിഹസിച്ചു ലാൽ ബഹദൂർ ശാസ്ത്രി അവരെ. ശാസ്ത്രി ആരാണ് എന്ന് ലോകത്തിന് മനസ്സിലായത് ഈ ക്രൈസിസ് വന്നപ്പോഴാണ്. ശാസ്ത്രിക്ക് എല്ലാവിധ ധൈര്യവും സ്ഥൈര്യവും മനഃശക്തിയും ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. അതിൻ്റെ കൂടെ ക്രൂരമായ ഫലിതത്തിനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് ആ മറുപടിയിലൂടെ അദ്ദേഹം തെളിയിച്ചു. പക്ഷേ അന്താരാഷ്ട്ര ചില